മാതാ അമൃതാനന്ദമയി ദേവിയെയും ഹിന്ദു ദൈവങ്ങളെയും അവഹേളിച്ച് CPM അഭിഭാഷക സംഘടനാ നേതാവ് മാവേലിക്കര ബാറിലെ അഭിഭാഷകനായ ഭാർഗവനാണ് അധിക്ഷേപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ടത്. അമൃതാനന്ദമയിയെ അബ്കാരി കേസിലെ പ്രതിയെന്നാണ് ഇയാൾ ചിത്രീകരിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, ഒരു വഴിക്ക് മന്ത്രിമാരെയും കൊണ്ട് പുരസ്കാരം നൽകിക്കുക, മറ്റൊരു വഴിക്ക് അവരുടെ പ്രാദേശിക നേതാക്കളെ ഉപയോഗിച്ച് മാതാ അമൃതാനന്ദമയി ദേവിയെയും ഹിന്ദു ദൈവങ്ങളെയും അവഹേളിക്കുക. ഇത് CPMന്റെ ഇരട്ടത്താപ്പാണ്. ഇപ്പോൾ CPMന്റെ അഭിഭാഷക നേതാവ് സമൂഹ മാധ്യമത്തിലിട്ട പോസ്റ്റ് ഇതിന് തെളിവല്ലേ? കൂടുതൽ വിവരങ്ങൾ സുധീഷ്. വിനോദ്, തീർച്ചയായും നിരന്തരമായ CPMന്റെ നേതാക്കൾ അടക്കമുള്ളവർ ചെയ്യുന്ന ഹൈന്ദവ വിശ്വാസത്തെയും ഹിന്ദു ദൈവങ്ങളെയും അവഹേളിക്കുന്നതിൻ്റെ ഒരു തുടർച്ചയായി തന്നെ വേണം ഇതിനെയും കാണാൻ. ഇതിൽ അമൃതാനന്ദമയി അബ്കാരി കേസിലെ പ്രതിയായും അതോടൊപ്പം ശിവഭഗവാനെ സ്ത്രീലംബരനാണെന്നും മറ്റുമുള്ള കുറിപ്പുകളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുന്നത്. ഇത് മാവേലിക്കര ബാറിലെ അഭിഭാഷകനായ ഭാർഗവൻ എന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഹിന്ദു ദൈവങ്ങളെ അവഹേളിച്ചുകൊണ്ടുള്ള പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിനെ ചിലർ ചോദ്യം ചെയ്യുമ്പോൾ അതിന് മറുപടിയായി വീണ്ടും അവഹേളിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ നിയമ നടപടിയിലേക്ക് നീങ്ങാനാണ് ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള അഭിഭാഷകരടക്കമുള്ളവരുടെ തീരുമാനം. എന്തുതന്നെയായാലും ഇത് നിരന്തരമായി തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നതും. നമുക്കറിയാം, നേരത്തെ ഗണപതി ഭഗവാനെയും മറ്റും മിത്തെന്ന് പറഞ്ഞ് CPM നേതാവും കേരള സ്പീക്കർ അടക്കം രംഗത്തെത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം തുടർച്ചയായി തന്നെ വേണം ഇതിനെയും കാണാൻ. എന്തു തന്നെയായാലും ഇതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് നിരന്തരമായി ഇത്തരം ഗ്രൂപ്പുകളിലൂടെയുള്ള അവഹേളനം തുടരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോൾ ഈ അവഹേളിച്ച വ്യക്തി ഇത് അഭിഭാഷക സംഘടന CPMന്റെ അഭിഭാഷക സംഘടനയുടെ നേതാവാണ്. ഇദ്ദേഹം നേരത്തെ ഒരു കൊലക്കേസിൽ പ്രതിയായിരുന്നു എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത്തരം ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു അഭിഭാഷകൻ തന്നെയാണ് CPMന്റെ അഭിഭാഷക സംഘടനയുടെ വക്താവായി ഇത്തരത്തിൽ ഈ ഹൈന്ദവ വിശ്വാസങ്ങളെ എല്ലാം തന്നെ അധിക്ഷേപിക്കുന്ന രീതിയിൽ രംഗത്തെത്തിയിട്ടുള്ളതും. വിനോദ്, അപ്പോൾ ഇതിനെതിരെ ഇത്തരം വലിയ വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ ഈ പോസ്റ്റ് പിൻവലിക്കാനോ അല്ലെങ്കിൽ CPM നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ പോസ്റ്റ് പിൻവലിപ്പിക്കാനുള്ള ശ്രമങ്ങളോ അതെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ സുധീഷ്? അത്തരം കാര്യങ്ങൾ കൂടി. ഇതിനെ പല അഭിഭാഷകരും ചോദ്യം ചെയ്യുമ്പോൾ പോലും അത് പിൻവലിക്കാൻ തയ്യാറാവുന്നില്ല. ആവർത്തിച്ച് ഇത്തരം പരാമർശങ്ങളുമായി രംഗത്തെത്തുക തന്നെയാണ് ചെയ്യുന്നത്. അത് വളരെ ബോധപൂർവമുള്ള ഒരു സമീപനമായി തന്നെ വേണം നമുക്ക് വിലയിരുത്താനും. അതിനെ പിന്തിരിപ്പിക്കാൻ മറ്റ് CPMന്റെ നേതാക്കളോ ഇല്ലെങ്കിൽ ഈ സംഘടനയിൽപ്പെട്ടവരോ തയ്യാറാകുന്നില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. ഇത്തരം അതിൻ്റെ അഡ്മിൻ അടക്കം ഇത് ഡിലീറ്റ് ചെയ്ത് കളയാനും തയ്യാറാകുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും ഖേദകരമായ ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇതിനെ നിയമപരമായി നേരിടാനാണ് ഹൈന്ദവ വിശ്വാസികളായ അഭിഭാഷകരുടെ തീരുമാനവും. വിനോദ്, ഇതിനെതിരെ പരാതി വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഹൈന്ദവ ദൈവങ്ങളെയും വിശ്വാസങ്ങളെയും മാതാ അമൃതാനന്ദമയി ദേവിയെയും ഒക്കെ അധിക്ഷേപിച്ച് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ട ഇയാൾക്കെതിരെ പരാതി പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ കോടതി അടക്കമുള്ള സംവിധാനങ്ങളിൽ പരാതികൾ നൽകാനുള്ള സാധ്യത കൂടുതലല്ലേ? അങ്ങനെ ആരെങ്കിലും ഹൈന്ദവ സംഘടനാ നേതാക്കളോ ആരെങ്കിലും രംഗത്ത് വന്നിട്ടുണ്ടോ സുധീഷ്? വിനോദ്, അത്തരം തീരുമാനം അടിയന്തരമായി തന്നെ ഉണ്ടാവും, പരാതി നൽകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ഹൈന്ദവ സംഘടനാ പ്രതിയായ അനിൽ വിളയിൽ, അദ്ദേഹവും ഈ മാവേലിക്കര കോടതിയിൽ തന്നെയുള്ള അഭിഭാഷകനാണ്, അവിടെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം അടക്കമുള്ള ഗ്രൂപ്പിലാണ് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെതിരെ നിയമപരമായി നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് ഒരു നിരന്തര സംഭവമായതുകൊണ്ട് തന്നെ ഇതിനെ വളരെ ഗൗരവത്തോടെ തന്നെ നേരിടുക എന്നത് തന്നെയാണ് ഹൈന്ദവ സംഘടന പ്രതികൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളതും. വിനോദ്, അപ്പോൾ ഇത് CPMനുള്ളിലെ ഒരു വിഭാഗീയത തന്നെ വെളിപ്പെടുത്തുകയല്ലേ? ഒരു കഴിഞ്ഞ ദിവസമാണല്ലോ സാംസ്കാരിക മന്ത്രി, ആലപ്പുഴയിലെ തന്നെ മന്ത്രിയാണ് സജി ചെറിയാൻ, അദ്ദേഹം മാതാ അമൃതാനന്ദമയി മഠത്തിൽ നേരിട്ടെത്തി അമൃതാനന്ദമയി ദേവി ഐക്യരാഷ്ട്രസഭയിൽ മലയാളത്തിൽ സംസാരിച്ചതിൻ്റെ 25 വർഷം പൂർത്തിയായതിൻ്റെ ഭാഗമായി അമ്മയ്ക്ക് സർക്കാരിൻ്റെ പ്രത്യേക പുരസ്കാരം നൽകി ആദരിക്കുന്ന ചടങ്ങ്, അതിൽ പങ്കെടുത്തതിനെതിരെ സജി ചെറിയാനെതിരെ വലിയ വിമർശനം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുകയാണ്. അപ്പോൾ സ്വാഭാവികമായും സജി ചെറിയാൻ വിഭാഗത്തെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള CPMന്റെ ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗം കൂടിയാകാം ഇത് എന്നുകൂടി നമുക്ക് വിലയിരുത്തേണ്ടതല്ലേ സുധീഷ്?
വിനോദ്, തീർച്ചയായും ഇതിൽ സജി ചെറിയാനെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റായിരുന്നു ഇത്തരത്തിൽ വന്നിട്ടുള്ളത്. അങ്ങനെ അമൃതാനന്ദമയ്യെ ആലിംഗനം ചെയ്യുന്നതിൽ അടക്കം തെറ്റില്ല, അതിലെന്താണ് പ്രശ്നം എന്ന ചോദ്യവുമായാണ് ഈ ഭാർഗവൻ എന്ന അഭിഭാഷകനും രംഗത്തെത്തിയിട്ടുള്ളത്.